നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമിയിലാണ്. ചാനൽ NINR സ്കൂൾ ഓഫ് വിസ്ഡം. ഈ ചാനലിൽ 230ഓളം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ ആത്മീയതയെക്കുറിച്ചും പലതിനെക്കുറിച്ചും ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ സിദ്ധികളെക്കുറിച്ചും ഞാൻ കുറേ ടോക്ക് നടത്തിയിട്ടുണ്ട്. ഇന്ന് എൻ്റെ കയ്യിലുള്ള ബുക്കിൻ്റെ പേര് സിദ്ധിയും സാധനയും എന്നാണ്. ഇത് ശ്രീമദ് ശ്രീധരസ്വാമി തിരുവടികൾ എഴുതിയിട്ടുള്ളതാണ്. ഈ പുസ്തകം എൻ്റെ കയ്യിൽ വരാനുള്ളൊരു കാരണം, ഇന്നലെ എനിക്ക് ഇന്നലെ വന്നതേ ഉള്ളൂ പുസ്തകം. ഞാൻ ഒരു തിയോസോഫിക്കൽ സൊസൈറ്റിയിൽ ഇരുന്നപ്പോൾ അവിടുത്തെ ഒരു മെമ്പർ, ട്രിവാൻഡ്രം ലോഡ്ജിലൊരു മെമ്പർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ശ്രീധരസ്വാമി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അപാര ഇതാണ്, സ്വാമിയാണ്, വലിയ വലിയ അത്ഭുതങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കുറേ കഥകൾ പറഞ്ഞു. സ്വർണ്ണ വിഗ്രഹം ഇത് ചെയ്തു, അങ്ങനെ കുറേ വലിയ അത്ഭുത കഥകൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതെവിടെയാണെന്ന് ചോദിച്ചു. അപ്പം ഒരു ലൊക്കേഷൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ അന്ന് നെറ്റിലടിച്ച് നോക്കിയപ്പം ട്രിവാൻഡ്രത്തിൽ നിന്ന് ഒരു 45-50 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് അവിടെ എത്താൻ പറ്റും. അങ്ങനെ ഞാനൊരു ഇവിടെ ഉച്ചയായപ്പം തിരിച്ചു, ഒരു 4:30 സ്പോട്ടിലെത്തി. ഒരു അരമണിക്കൂർ കാത്തിരുന്നപ്പോൾ ഞാൻ ശ്രീധരസ്വാമിയുടെ കണ്ടു. ഒരു 1.5 മണിക്കൂർ ഒന്ന് സംസാരിച്ചിരുന്നു. അപ്പം നമ്മളിതുവരെ പഠിച്ച കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഈ പ്രഭാഷണങ്ങൾ നടത്തുന്ന ഇതേ സാധനങ്ങൾ തന്നെയാണ് ഞാൻ അന്ന് സംസാരിച്ചത്. അപ്പം എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമായൊരു കാര്യമാണ്. അത് എന്നോട് വേറെ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ ഇനി ഒന്നും വായിക്കരുത്, ഇനി ഒന്നിൻ്റെയും പുറകിൽ നിങ്ങൾ പോകരുത്, ഇനി നിങ്ങളിത് നടപ്പിലാക്കുക. ഇതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇത് പറഞ്ഞിട്ട് 15 വർഷം ആവും. അപ്പോൾ ഞാൻ ആ ഒരു കാഴ്ചയിൽ കണ്ടു പോന്നു. എൻ്റെ ഓർമ്മയിൽ പിന്നത് വിട്ടുപോയി. ഇപ്പോൾ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ആലപ്പി തിയോസഫി ലോഡ്ജിൽ ഒരു സീനിയർ മെമ്പർ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പരിചയപ്പെടുകയും നമ്പർ എടുക്കുകയും ഇപ്പോൾ ഒരു 4 മാസമായിട്ട് എന്നെ വിളിക്കണം. ഇപ്പം ഈ സിദ്ധികളെക്കുറിച്ചും മറ്റു കാര്യങ്ങളുമൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ പുള്ളി നിരന്തരം പറയുന്നൊരു കാര്യമാണ്, തിയോസഫിയിൽ പ്രാക്ടിക്കൽ സെക്ഷനിൽ ഇത് വെറും തിയറി പറയുന്ന ആൾക്കാർ ഇങ്ങനെ പരാതി പറയും. അങ്ങനെ പുള്ളി ഈ ശ്രീധരസ്വാമിയെക്കുറിച്ച് പറഞ്ഞു. പുള്ളി എവിടെ നിന്ന് നമ്പർ എടുത്ത് നേരിട്ട് സംസാരിച്ചു. പുള്ളിയുടെ ആത്മകഥയുണ്ട്, അത്ഭുതങ്ങളാണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എല്ലാവരുടെയും കയ്യിൽ എന്താണ് പറയുക, നാണയം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നേരിട്ട് കണ്ടു. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച് നേരിട്ട് കണ്ടപ്പോൾ എങ്ങനെ തോന്നി? എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അത് കുറേ നേരം സംസാരിച്ചു, പിരിഞ്ഞു, മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എൻ്റെ അടുത്ത് അന്ന് അത് ആത്മകഥയെക്കുറിച്ച് എനിക്ക് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഈ സാർ എനിക്ക് നമ്പർ തന്നു. അങ്ങനെ ഞാൻ ആ നമ്പറിൽ വിളിച്ചു. ഇപ്പം സ്വാമി ജീവിച്ചിരിപ്പില്ല. കോട്ടയത്തൊരു നമ്പറാണ്. അവിടെ നിന്നാണ് എനിക്ക് ബുക്ക് അയച്ചു തന്നത്. എനിക്ക് 4 ബുക്കാണ് അവിടെ നിന്ന് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ സിദ്ധിയും സാധനയും എന്ന് പറയുന്നൊരു ബുക്കും, പിന്നെ ഉള്ളത് കളയും വിളയും, പിന്നെ ആത്മാർത്ഥം, ഒരു സന്യാസിയുടെ ഉപന്യാസങ്ങൾ, ഇങ്ങനെ 4 ബുക്കാണ് അയച്ചു തന്നത്. അപ്പം ഇതിൽ ഒരു ബുക്കിൻ്റെ ടൈറ്റിൽ സിദ്ധിയും സാധനയും എന്നാണ്. അപ്പോൾ ശ്രീധരസ്വാമികൾക്ക് ഈ സിദ്ധികളുണ്ട് എന്നുള്ളത് ലോകം അംഗീകരിച്ചിട്ടുണ്ട്. എനിക്ക് നേരിട്ടറിവില്ല, ഞാൻ പോയപ്പോൾ എനിക്ക് സിദ്ധികളൊന്നും കാണിച്ചില്ല. ഇനി സിദ്ധികളെക്കുറിച്ച് നമ്മൾ ഈ ചാനൽ നിരന്തരം പറയുമ്പോൾ അതിന് പറയുന്നൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്പിരിച്വാലിറ്റി, ആത്മീയത എന്ന് പറയുന്നൊരു വെള്ളത്തിലേക്ക് ചാടിയിട്ട് നമ്മൾ നനയാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ നനയത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് സിദ്ധി.
അതിനേക്കാളൊരു ബെസ്റ്റ് എക്സാമ്പിൾ വേറെ പറയാനില്ല. ഇത് ജിത്തു കൃഷ്ണമൂർത്തിയുടെ ബുക്കിലും പറയുന്നുണ്ട്, അറ്റ് ദ ബീറ്റൺ മാസ്റ്ററിൽ. നെവർ ഗോ ആഫ്റ്റർ പവേഴ്സ്, ഇറ്റ് വിൽ കം ടു യു നാച്ചുറലി. ഇതിൻ്റെ പുറകിൽ പോകരുത് എന്ന് പറഞ്ഞാൽ ഇതിനെ തള്ളിക്കയറ്റരുത് എന്ന് പറഞ്ഞാൽ ഹഠയോഗ ചെയ്ത് ശ്വാസത്തെ പിടിച്ച് തലകുത്തനെ ഇരുന്ന് ചെയ്യരുത്. ഇത് തിയോസഫിയിൽ എൻ ശ്രീറാം പറയുന്നുണ്ട്. തലകുത്തനെ ഇരിക്കുക, മറ്റേ ചെയ്യുക, ഇതൊന്നും നിങ്ങൾ ചെയ്യരുത്. ഞാനും എൻ്റെ ചാനലിൽ ചെയ്യരുതെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താണ് ഈ പുസ്തകത്തിൻ്റെ വരികളിലൂടെ പോകുമ്പോൾ ഇതിൽ സ്വാമിയുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നില്ല. ഞാൻ ഡീറ്റെയിൽഡായിട്ട് എല്ലാം പറയുന്നില്ല. പുസ്തകം ആർക്ക് വേണമെങ്കിലും 100 രൂപയാണ്, ഓൺലൈനിൽ കയറി അടിച്ചാൽ വരുത്താൻ പറ്റും. ചെറിയൊരു ബുക്കാണ്, 54 പേജ് ഈ ബുക്കിന് ഉള്ളൂ. അപ്പം അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, സാധനങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ചും ഇപ്പം നമുക്ക് ഈ ഹിന്ദിയിൽ അല്ലെ ഇന്ത്യയിലെ വലിയ നടന്മാരിൽ നിന്ന് നമ്മളെടുത്താൽ സൽമാൻ ഖാൻ, അമീർ ഖാൻ, ഇങ്ങനെ 3 ഖാനുണ്ട്. ഇവരുടെ പഴയ ചിത്രങ്ങളുടെ ഇവരുടെ ശരീരം നോക്കി ഇവരെല്ലാം 7 പാക്കാണ്. അപ്പോൾ അവരെന്താ ചെയ്തു? അവർ ജിമ്മിൽ പോയി ആഹാരക്രമം മാറ്റി അതിലേക്ക് അവർ കടന്നു. അതേസമയം നമ്മുടെ മോഹൻലാലും മമ്മൂട്ടി നടന്മാരാ, അവരാരും 7 പാക്കിലേക്ക് പോയില്ല. മമ്മൂട്ടി ജിമ്മിൽ പോകുന്ന ആളാണ്, പക്ഷെ എന്നാലും അതിന് പോയിട്ടില്ല. മോഹൻലാലിനോ മമ്മൂട്ടി, പൃഥ്വിരാജ് അത് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ അനിയൻ ഇന്ദ്രജിത്തും ചെയ്തിട്ടുണ്ട്, 7 പാക്കിലേക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് ആടുജീവിതത്തിന് വേണ്ടി ആ ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത്, സിദ്ധികൾ വേണമെങ്കിൽ അവിടെ സാധനങ്ങൾ എന്താണ്, നമ്മൾ എന്താണ് പാലിക്കേണ്ടത്? ഞാൻ നിരന്തരം പറയുന്നൊരു കാര്യമാണ്. നമ്മളൊരു മേഖലയിൽ കടക്കണമെങ്കിൽ അതിൽ ആർജിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് യോഗ ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണം. ഇതെന്താണ്? ഞാൻ ഈ ചാനലിട്ടിട്ടുണ്ട്, എന്താണ് യോഗ, എന്താണ് മെഡിറ്റേഷൻ, എന്താണ് ഇതിനകത്തെ കള്ളത്തരം? അറിവില്ലാത്ത ആൾക്കാർ പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട്. അപ്പം ഇതിൽ സത്യവും അസത്യവും നമ്മൾ തിരിച്ചറിയണം. പിന്നെ 2 കാറ്റഗറി ആൾക്കാരേ ഉള്ളൂ, ദോസ് ഹു നോ ആൻഡ് ദോസ് ഹു ഡു നോട്ട് നോ. ഇപ്പോൾ തിയോസഫി ചെന്ന തിയോസഫിയുടെ മാസ്റ്റേഴ്സ് ഞാൻ നേരിട്ട് കണ്ട 69 പേരുണ്ട്. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ, കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഉള്ളവരിലൂടെ വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്താണെന്ന് ഈ പറയുന്ന കാര്യങ്ങൾ ഞാനൊരു പക്ഷേ എൻ്റെ മുൻ പ്രഭാഷണങ്ങളിൽ പറഞ്ഞത് തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഈ സ്വാമിയുടെ കുറിച്ച് അല്ലെങ്കിൽ പരിചയപ്പെട്ടവർ പറയാൻ വാക്കുകൾക്ക് അതീതമായ കാര്യങ്ങളാണ് പറയുന്നത്. വിശ്വസിക്കുന്നതിനപ്പുറം ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം നമുക്കതൊന്ന് നോക്കാം. ആധ്യാത്മിക ശാസ്ത്ര ഗ്രന്ഥങ്ങൾ നിത്യപാരായണം വേണം. ഈ ചാനലിൽ നിരന്തരം അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവ നിർദ്ദേശിക്കുന്ന വിധത്തിലായിരിക്കണം പ്രവൃത്തികൾ. അതാണ് ഈ ചാനലിൽ പറയുന്നത്. മനസ വാച കർമ്മണ. നമ്മൾ ഈ നടത്തുന്ന പ്രഭാഷണങ്ങളും കേൾക്കുന്നതും നമ്മൾ നടപ്പിൽ വരുത്തണം. മറ്റൊരാളല്ല, നമ്മൾ തന്നെയാണ്. അങ്ങനെ ജിത്തകൃഷ്ണമൂർത്തി പറയുന്നത്, വി ആർ ദി വേൾഡ്, വയലൻസ് ഇസ് ഇൻസൈഡ്. ഇനി സകല കർമ്മങ്ങളും ഈശ്വരപൂജ എന്ന ഭാവന ചെയ്യണം. ഇവിടെ ഈശ്വരപൂജ ഭാവന ചെയ്യണമെന്ന് പറയുമ്പോൾ ഈശ്വരൻ പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. അവനവൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ കാണുക. അതാണ് ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠിച്ചത്. എന്തിനാണ് പ്രതിഷ്ഠിച്ചത്? ഒരുത്തനും ഒരു കാര്യവും മനസ്സിലായില്ല. അപ്പം പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫോട്ടോയും വെച്ച് വിഗ്രഹവും വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിനാണത് ചെയ്തത്. ഇനി ഒന്നിലും കൊതി വെച്ചുകൊണ്ട് നടക്കരുത്. ഒന്നിലും കൊതി വെച്ചുകൊണ്ട് നടക്കരുത്. എനിക്കിന്ന വേഷമേ ഞാൻ ഇടും, ഞാൻ ഇഡ്ഡലിയെ കഴിക്കൂ, ഞാൻ ദോശയെ കഴിക്കൂ, ഞാൻ ചോറേ കഴിക്കൂ, ഇന്നലെ കഴിക്കൂ. അതെന്താണ്? അത് കൊതിയാണ്. ഇതാണ് ഇന്ദ്രിയങ്ങൾ. പേഴ്സണാലിറ്റിക്ക് പുറകിലാണ് നമ്മൾ, ഇന്ദ്രിയങ്ങൾക്ക് പുറകിലാണ്.
അതാണ് പറയുന്നത്. ഒന്നിലും കൊതി വെച്ച് നടക്കരുത്. ഇനി പാപമായേക്കാവുന്ന ഒന്നിലും വ്യാപിക്കരുത്. പാപമെന്നിവിടെ ഉദ്ദേശിച്ചത് ആനിവേഴ്സറി പറയുന്ന കർമ്മയാണ്. എവറി ആക്ഷൻ ആസ് എൻ ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ അൺകണ്ടീഷണൽ ലവ് അല്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവരുടെ പുറകിൽ പോകരുത്. സംസാരം അനിത്യവും അസുഖകരമാവുന്നതെന്ന് മറക്കരുത്. സംസാരം അസത്യമാണ്, അപരയിലാണ്, അസുഖകരമാണെന്ന് മറന്നു പോകരുത്. അതാണ് നിരന്തരം പറയുന്നത്. സംസാര ലോകത്തിൽ നിന്നും പുറത്തു വരണം, നമ്മുടെ പേഴ്സണാലിറ്റി ലെവലിൽ നിന്ന് നമ്മൾ പുറത്തു വരണമെന്ന് ചിത്തകൃഷ്ണമൂർത്തിയും പറയുന്നു. സദാ ആത്മാനുഭൂതിക്ക് വേണ്ടി ഇച്ഛിക്കണം. എപ്പോഴും ഈ അൾട്ടിമേറ്റിന് വേണ്ടി ആഗ്രഹിക്കണം. അതാണ് തീവ്രമായി നമ്മൾ എന്താഗ്രഹിച്ചാലും നമ്മളിലേക്ക് വരും. ദ ഹോൾ യൂണിവേഴ്സ് വിൽ കോൺസ്പയർ ഫോർ യു. യുവർ തോട്ട് ഈസ് സോ സ്ട്രോങ്. ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ബുക്കിൽ പറയുന്നതും അത് തന്നെയാണ്. സീക്രട്ടിൽ പറയുന്ന പുസ്തകവും അത് തന്നെയാണ്. പുസ്തകത്തിൽ പറയുന്നതും ഇത് തന്നെയാണ്. ഏത് നിമിഷവും ദേഹവും വീടും നാടും വിടാൻ തയ്യാറായിരിക്കുക. ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ തൽക്കാലം വാടകയ്ക്ക് താമസിക്കാൻ വന്നതായിട്ട് വേണം നമ്മുടെ ശരീരത്തിനെ കാണാൻ. സജ്ജന സംസർഗം കൂടിയേ കഴിയൂ. ഇതാണ് സത്സംഗം. നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ കൂടെ കൂട്ടുകൂടുക. നമ്മൾ തിയോസഫി ആണെങ്കിൽ ഫോളോ ചെയ്യുന്നെങ്കിൽ അത് പറയുന്നതും ജീവിക്കുന്നവരെ കാണുക. അമൃതാനന്ദമയാണെങ്കിൽ അത് 100% പാലിക്കുന്നവർ. സത്യസായി ആണെങ്കിൽ അത് 100% പാലിക്കുന്നവർ. ഷിർദിസായി ആണെങ്കിൽ അത് 100%. 100 പറ്റിയില്ലെങ്കിൽ 99%. ഈ പേരും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുടെ പുറകിൽ പോയിട്ട് അവരിത് പാലിക്കുന്നില്ലെന്ന് കണ്ടാൽ അവരോടൊന്നും പറയരുത്. വിവേകാനന്ദൻ അന്വേഷിച്ച് പോയതാണൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ ഗുരുവിനെ കണ്ടെത്തും. ഗുരു എന്ന് പറയുന്നത് സത്യമാണ്. ഇരുട്ടിൽ നിന്ന് നമ്മൾ വെളിച്ചത്തിലേക്ക് വരും എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇനി മനസ്സ് ഭഗവാനിൽ തന്നെ പറ്റിച്ചേരണം. ഭഗവാൻ എവിടെയാണ്? ഉള്ളിലാണ്. ആ ഉണ്മയിൽ തന്നെ നിൽക്കണം, ആ ട്രൂത്തിൽ തന്നെ നിൽക്കണം, ആ സത്യത്തിൽ തന്നെ നിൽക്കണം, ആ പരയിൽ തന്നെ നിൽക്കണം, ആ ജ്ഞാനത്തിൽ തന്നെ നിൽക്കണം. അജ്ഞാനത്തിൽ നിൽക്കരുത്, അപരയിൽ നിൽക്കരുത്. ഇനി നിതാന്ത ശാന്തിയെ പരിസേവിക്കുക. ശാന്തി 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 എല്ലായിടത്തും പറയുന്നുണ്ട്. ആ ശാന്തി എവിടെയാണ്? പുറത്തല്ല. യു ആർ ദ വേൾഡ്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. ദൈനംദിനം കർമ്മഭാരം ലഘൂകരിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ചുരുങ്ങണം. പ്രവൃത്തികൾ കൂടരുത്. അതാണ് മഹാത്മാഗാന്ധിജി ഭഗവത്ഗീതയ്ക്ക് എക്സ്പ്ലനേഷൻ എഴുതിയിട്ടുള്ള മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. സോഷ്യൽ വർക്കറായ മഹാത്മാഗാന്ധിജിയെ അല്ല ഞാൻ പറയുന്നത്. അവനവൻ്റെ ആവശ്യത്തിൽ കൂടുതലുള്ള ഡ്രസ്സ് ഉപയോഗിച്ചാൽ അത് അഹിംസയാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിജി വേഷം ശ്രദ്ധിച്ച് എങ്ങനെയാണ് ആ വേഷത്തിൽ വന്നത്? ഗംഭീര വേഷധാരിയായിരുന്നു. ഒരു സ്ത്രീ കുളിച്ചുകൊണ്ടിരുന്നത് കണ്ട് ഒരു ഡ്രസ്സേ ഉള്ളൂ. ആ ഡ്രസ്സ് മാറ്റിയിട്ട് കുളിച്ചിട്ടാണ് ആ ഡ്രസ്സ് ഇടുന്നത്. അന്ന് ഉപേക്ഷിച്ചു ഡ്രസ്സ്. അതുപോലെ ഭക്ഷണം. നമ്മളെ ശ്രദ്ധിച്ചാൽ നമ്മൾ ആക്രാന്തം കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അത് അഹിംസയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി അനുഭവസമ്പന്നനായ ഒരു ഉത്തമ ഗുരുവിനെ സമ്പൂർണ്ണം സമാശ്രയിക്കുക. ഒരു സമ്പൂർണ്ണ ഗുരുവിനെ. ഇനി എന്താണ് ഗുരുവിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? അതെല്ലാം ഞാൻ ഗുരുഗീത എന്ന് വേദത്തിൽ പറയുന്ന ഉപനിഷത്തിൽ നിന്നും പുരാണത്തിൽ നിന്നും ഞാൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് ക്വാളിഫിക്കേഷൻസ് എന്താണ്. ഇനി നമ്മൾ ഏതൊരു വസ്തു വാങ്ങിക്കുമ്പോഴും നമ്മൾ അന്വേഷിക്കാറില്ലേ, ഇതാരൊക്കെ ഉപയോഗിച്ചു, ഇതിൻ്റെ പ്രയോജനം എങ്ങനെയുണ്ട്?
അതുപോലൊരു പഠനം നടത്തിയാലും മതി. പല വ്യക്തികളും മഹത് വ്യക്തികളുണ്ട്. ഇവരെ കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം കിട്ടിയിട്ടുണ്ടോ? ആത്മീയമായിട്ട് നമ്മൾ ഓരോരുത്തരെ എടുത്തു നോക്കണം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉത്തരം വരും. അതാണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതാണ് ആത്മീയത സ്പാർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. അല്ലാതെ ഇവിടെ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറയാൻ പുറത്താളില്ല. ഇനി ആ ഗുരുവിൻ്റെ ആദർശങ്ങളെ ഉൾക്കൊണ്ട് ജീവിതം നയിക്കുക. ആ ഗുരു പറഞ്ഞത് ബാബാജിയാണോ, അമൃതാനന്ദമയാണോ, സത്യസായാണോ, ശ്രുതിസായി ആണോ, അതങ്ങനെ പാലിക്കണം. സത്യസായി എന്ത് പറഞ്ഞു? നിങ്ങൾ ആരെയും സഹായിച്ചില്ലെങ്കിലും ഒരുത്തനെ ഉപദ്രവിക്കരുത്. മനസാവാച കർമ്മ. എന്ത് സിമ്പിളാണ്. ആരിലും എന്നെ കാണാൻ വരണ്ട. ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞതാണ്, എല്ലാ ജീവജാലങ്ങളിലും ഞാനുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ കണ്ണു തുറക്കൂ. നിങ്ങൾ സഞ്ചരിക്കുന്ന ഓട്ടോയിലും ഒരു ദിവസം 10 തവണയെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വരുന്നു. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കാണുന്ന സിനിമയിലും നാടകത്തിൻ്റെയും തുറന്നു നോക്കൂ, പുറകിൽ ഞാനുണ്ട്. സത്യമാണ്. എന്ത് സിമ്പിളാണ്. എന്നിട്ടൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, എൻ്റെ പേരെവിടെയും പറയരുത്, എൻ്റെ വിസിറ്റിംഗ് കാർഡ് ആവരുത്. കറക്റ്റ് സമയത്ത് ഞാൻ സച്ചിൻ ടെണ്ടുൽക്കറിനെയും ഗവാസ്കറിനെയും വിളിച്ചതുപോലെയും നിങ്ങളെ വിളിച്ചതുപോലെയും ഫിലിപ്പം പ്രസാദിനെ വിളിച്ചതുപോലെയും പണിയെടുക്കുന്നതിന് ഞാൻ ക്ഷണിച്ചോളാം. പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ആത്മീയ സാധനം, പ്രാണായാമമല്ല, തലകുത്തനെ ഇരിക്കുന്നതല്ല, ഒരു ക്രിയയുമല്ല, അതിനപ്പുറമാണ്. ഇനി ബ്രഹ്മാനുഭൂതിക്കായി മാത്രമേ ഗുരുവിനോടടുക്കാവൂ. സിദ്ധികൾക്ക് വേണ്ടിയാണ് ഇന്ന് ഗുരുവിനോടടുക്കുന്നത്. ചെയ്യരുത്, തെറ്റാണ്. വേദാന്തത്തിലെ മഹാവാക്യങ്ങൾ നന്നായി കേട്ടുറപ്പ് വരുത്തുക. ഇതാണ് ഞാൻ ഈ ചാനലിൽ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് വായിക്കാം, നമുക്ക് പറയാം എന്നല്ലാതെ വേറൊരാളിത് അംഗീകരിക്കണമെങ്കിൽ അയാൾ വായിക്കണ്ടേ? സാധ്യമല്ല, എല്ലാവർക്കും സാധ്യമല്ല. ഇത് ലഘൂകരിക്കാനും സാധാരണക്കാർക്കും. എനിക്ക് സംസ്കൃതം അറിഞ്ഞില്ല, ഞാൻ ഇംഗ്ലീഷിലൂടെയാണ് ഇത് വായിച്ചെടുത്തത്. അത് ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രഭാഷണം നടത്തുന്നത് ജിത്തു കൃഷ്ണമൂർത്തി പറഞ്ഞ കണക്ക് എന്നെ കേൾക്കുന്നവരാരും നന്നായില്ലെങ്കിലും ആ റോഡിൽ കൂടെ പോകുന്ന ആരെങ്കിലും നന്നാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. നന്നാവത്തില്ല. പറയുന്ന ആളെങ്കിലും അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ വേണ്ടി മാത്രമേ ഈ പ്രഭാഷണങ്ങൾ ഉപയോഗിക്കൂ. ഇനി മഹാവാക്യങ്ങളുടെ അർത്ഥം സമ്പൂർണമായി ചിന്തിക്കുക. നിരന്തരം ഇത് ചിന്തിക്കുക, നിരന്തരം ഇത് മനനം ചെയ്യുക. എന്താണോ നിങ്ങൾ നിരന്തരം ചിന്തിക്കുന്നത്, സംസാരിക്കുന്നത്, അതായി മാറും. അതാണ് ന്യൂ ജനറേഷൻ ഗുരുക്കന്മാർ പറയുന്നത്. തർക്കം വേദാന്ത നിശ്ചയത്തിലെത്തിക്കുവാൻ പര്യാപ്തമാകട്ടെ. ഇനി തർക്കിക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ തർക്കം, സാക്ഷാൽ ശങ്കരാചാര്യർ എന്താ ചെയ്തത്? തർക്കിച്ച് തന്നെയാണ് മുമ്പോട്ട് പോയത്. അപ്പോൾ ആരെങ്കിലും തർക്കിക്കരുതെന്ന് പറഞ്ഞാൽ അവരോട് നമ്മൾ തർക്കിക്കണ്ട. അവർ പഠിച്ച ഗുരു പറഞ്ഞതനുസരിച്ച് അവർ പോട്ടെ മുമ്പോട്ട്. ദൈനംദിനം ഗർവം കുറച്ച് കൊണ്ടുവരിക. ഗർവം, അഹങ്കാരം, എല്ലാം നമ്മൾക്ക് അഹങ്കാരമാണ്. കറണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് എത്തിക്കണം, വാട്ടർ അതോറിറ്റി എത്തിക്കണം, ചെടിക്ക് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്, ചെടി എനിക്ക് പുഷ്പം തരണം. ഇതൊക്കെ ആര് പഠിപ്പിച്ചത്? ഇതാണ് അൺകണ്ടീഷണൽ ലവ്. ഇതിന് അഹങ്കാരം എന്ന് പറയും. ഇതിനാണ് ഗർവം എന്ന് പറയുന്നത്. ദേഹം ഞാനെന്ന ഭാവം, ദേഹമാണ് വലുത്. വാദിക്കരുത്, മത്സരിക്കരുത്. അത് വാദിക്കരുത്. നല്ല ഭക്ഷണം കഴിക്കണം, വിറ്റാമിൻ കഴിക്കണം, നല്ല ഇത് ചെയ്യണം, അത് ചെയ്യണം. അങ്ങനെയുള്ളതിൻ്റെ പുറകിൽ പോവുകയും ചെയ്യരുത്, വാദിക്കുകയും ചെയ്യരുത്. അതിനു വേണ്ടി മത്സരിക്കരുത്. എന്ത് ഭക്ഷണം? നമ്മുടെ വീട്ടിലുള്ള ചെടികൾ തന്നെയല്ലേ ഭക്ഷണം. ഈ കരിവേപ്പിലയും ഈ മുരിങ്ങയും ഈ 1/2 സെൻറ്റ് സ്ഥലമുള്ള സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. മട്ടുപ്പാവിൽ കൃഷി ചെയ്ത് അവരവരുടെ ഭക്ഷണം കഴിക്കുന്നു.
അവരവരുടെ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാനും ഇരിക്കുന്ന മുറി വൃത്തിയാക്കിയാൽ അതാണ് ഏറ്റവും വലിയ യോഗ. നിത്യചൈതന്യം ഇത് പറയുന്നുണ്ട്. വേറെ ഒരു യോഗയും ചെയ്യണ്ട. സത്യസായി പറയുന്നുണ്ട്, മറ്റൊരാൾ വെക്കുന്ന ഭക്ഷണം കഴിച്ചാൽ അവൻ്റെ മനസ്സിലിരിക്കുന്ന തോട്ട് ഭക്ഷണത്തിലേക്ക് കയറും. കൂട്ടുകെട്ട് നന്നായിരിക്കണം, സത്സംഗം നന്നായിരിക്കണം എന്ന് പറയുന്ന കണക്ക് ഭക്ഷണവും വെള്ളവും പാനീയവും കുടിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ശ്രദ്ധിച്ചേ കൈകാര്യം ചെയ്യാവും. അല്ലെങ്കിൽ അവരുടെ വാസന നമുക്ക് വരും, ഉറപ്പാണ്. ഇനി ബന്ധുജനങ്ങളുമായി ഒരിക്കലും ബാധിക്കരുത്. അത് ശ്രീറാം പറയുന്നുണ്ട്. കോടതിയിൽ ഒരു വക്കീൽ, ഞാനൊക്കെ വക്കീലാണ്, കോടതിയിൽ നമ്മൾ ഫോറും എഗെയിൻസ്റ്റും ബാധിക്കും, പ്രതിക്കും ബാധിക്കും വേണ്ടി നമ്മൾ അപ്പീലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ടും വരും, പ്രതികൾക്കും വേണ്ടി ചെയ്യും. ഇവിടെ അത് ചെയ്യരുത്. പൊതുജനങ്ങളുമായി ഒരിക്കലും ബാധിക്കരുത്, മത്സരിക്കരുത്. അതാണ് ആനിബസൻ്റ് പറഞ്ഞിരിക്കുന്നത്. അവരവരുടെ കർമ്മ അനുസരിച്ച് അവർ പെർഫെക്റ്റാണ്, അവർ ഡിവൈനാണ്. അവരുടെ ലോ ഓഫ് കർമ്മ ജിത്തു കൃഷ്ണമൂർത്തി പറഞ്ഞ കണക്ക് അവരെ കൈകാര്യം ചെയ്തു. വിശപ്പ് ഒരു രോഗമായി മാത്രമേ കാണാവൂ, ഔഷധം പോലെ ഭക്ഷിക്കുക. എന്തായി? വിശപ്പൊരു രോഗമാണ്. ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഭക്ഷണത്തിൽ നിന്ന് 27% എനർജിയെ കിട്ടും. ഒരു തരി ഭക്ഷണവും വേണ്ട. സൂര്യനെ ഉപാസിക്കുന്നവർക്ക് ഭക്ഷണം വേണ്ട, ഉപാസനയുള്ളവർക്ക് ഭക്ഷണമേ വേണ്ട. ഭക്ഷണം ഒരു രോഗമാണ്. ഞാൻ എൻ്റെ ചാനലിൽ 4 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ സാധനം. ഇത് തന്നെ സീക്രട്ട് എന്ന് പറയുന്ന ബുക്കിലും പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആക്രാന്തം മൂത്താണ് ഭക്ഷണം കഴിക്കുന്നത്. ആരെങ്കിലും അവർക്ക് പറഞ്ഞാൽ അവർ നമ്മളെ കൊല്ലാൻ വരും ഭക്ഷണത്തിനെ കുറിച്ച്. ചായയും കാപ്പിയും കുടിക്കുന്ന ജിത്തു കൃഷ്ണമൂർത്തി പറയുന്നുണ്ട്, ആയുർവേദത്തിലും ഹോമിയോയിലും പറഞ്ഞിട്ടുണ്ട്. തയ്യാറാണോ? തയ്യാറുള്ളവർക്ക് പാത തുറന്നു തരും. ഇനി ഭിക്ഷ പോലെ അപ്പോഴപ്പോൾ കിട്ടുന്നത് തൃപ്തിയായി കഴിച്ചുകൊള്ളണം. ഭിക്ഷാടനത്തിന് പാത്രം ഇറങ്ങി നടക്കണ്ട. ഭിക്ഷ യാചിക്കുമ്പോൾ കിട്ടുന്നതെന്തും കഴിക്കാനും കുടിക്കാനും ശീലിക്കണം. ഇല്ല, ഞാൻ മിനറൽ വാട്ടർ മാത്രമേ കുടിക്കൂ, ഞാൻ ടാപ്പിൽ നിന്ന് വെള്ളം കുടിക്കത്തില്ല, നല്ലത് തന്നെ. പക്ഷേ നിങ്ങൾ താഴെ കിടക്കുന്ന വെള്ളം എടുത്ത് കുടിച്ചാലും, ഞാൻ കണ്ടിട്ടുണ്ട് സിദ്ധന്മാർ താഴെ കിടക്കുന്ന വെള്ളം കുടിച്ചാലും അതേക്കത്തില്ല. ഇത് സത്യമാണ്. നമ്മളെ കുറേ ഭണ്ഡാരം സാധനം കുറേ ആൾക്കാർ നമ്മുടെ മനസ്സിൽ കുത്തിക്കയറ്റും. അതാണ് കൃഷ്ണമൂർത്തി പറയുന്നത് കണ്ടീഷൻ മൈൻഡ്. അതിൽ നിന്നും പുറത്തു വരൂ, ആത്മീയതയിൽ കടക്കൂ. ഇതാണ് ഈ ചാനലിൻ്റെ പർപ്പസ്. ഇനി കൂടുതൽ സ്വാദുള്ള ഭക്ഷണം മോഹിക്കരുത്. കൂടുതൽ സ്വാദുള്ള ഭക്ഷണം മോഹിക്കരുത്. നമ്മളെല്ലാം നിലനിൽക്കുന്ന എന്തിനാ? ഇന്ന ദോശ പോരാ, കട്ടിയുള്ള ദോശ പോരാ, അത് റോസ്റ്റ് വേണം. ഇനി ഇഡ്ഡലി പോരാ, ഇഡ്ഡലിക്ക് അത് പോരാ, പുട്ട് പോരാ, മറ്റേത് പോരാ, മീൻ ഇന്ന മീൻ പോരാ, ഇറച്ചി ഇന്ന മീൻ പോരാ, ബീഫ് വിവേകാനന്ദൻ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കഴിക്കും. വിവേകാനന്ദൻ്റെ ഗുരു മീൻ കഴിച്ചിട്ടുണ്ട്, ഞാൻ കഴിക്കും. എന്തൊരാക്രാന്തം, എന്തൊരു വാദപ്രതിവാദം! ഒന്ന് ആലോചിച്ച് നോക്കി. വിരിവശാൽ കിട്ടുന്നത് കൊണ്ട് സന്തോഷിച്ചുകൊള്ളും. അതാണ് ആനിബസനം. കർമ്മ അനുസരിച്ച് നിങ്ങൾക്ക് പെർഫെക്റ്റ് സാധനമാണ്. നിങ്ങൾക്ക് അടി കിട്ടിയോ, അത് നിങ്ങൾ ചോദിച്ച് വാങ്ങിച്ചാണ്. നിങ്ങൾക്ക് പൈസ കിട്ടിയോ, ചോദിച്ച് വാങ്ങിച്ചാണ്. നിങ്ങളാരും പൈസ കിട്ടിച്ചോ, അതും ചോദിച്ച് വാങ്ങിച്ചതാണ്. പക്ഷേ നിങ്ങൾക്ക് വിസ്ഡം ലെവൽ ഉണ്ടത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ആനിബസൻ്റ് പറയുന്ന പായ്ക്കപ്പൻ്റെ ഉദാഹരണം. നിങ്ങൾ ആ കർമ്മയുടെ ആ കയറൊന്ന് പിടിച്ചാൽ അതാണ് ശ്രീ പത്മനാഭൻ തിരുവനന്തപുരത്ത് വാഴയിൽ. എന്താണ്? അനന്തപത്മനാഭൻ പാമ്പ് 3 ചുരുട്ടിയിട്ടുണ്ട്. 3 ഗുണങ്ങൾ. അതിന് സത്വഗുണമുണ്ട്. അതും കടന്ന് വിഷ്ണുവിനെ പോലിരിക്കണം. എന്നിട്ട് പാമ്പിന് 5 തല കൊടുത്തിരിക്കുന്നത് എന്താ അറിയാം? ചുമ്മാ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന്
എനിക്ക് പൈസ വേണം, സ്വർണം വേണമെന്നല്ല തുറന്നു വച്ചേക്കുന്നത്. ആത്മീയത പഠിപ്പിക്കാനാണ്. അവിടെ ഒരു ഗുരുവിൻ്റെ സമാധിക്ക് പുറത്താണ് ഈ അമ്പലം കെട്ടിയിരിക്കുന്നത്. എത്ര പേർക്കറിയാം? ആ സമാധി സ്ഥലം ഇന്നും ഉണ്ട്. അതിൻ്റെ പുറകിലൊന്നും പോണ്ട. ഈ പാമ്പിന് 5 തലയുണ്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ്, അതടക്കിയതാണ്. ആ വിഷ്ണുവിൻ്റെ ഒരു കൈ, വലത്തെ കൈ ശിവൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. ബ്രഹ്മാവ് ഉൾപ്പെടെ എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. ഇതിനപ്പുറം എന്തെങ്കിലും സ്പിരിച്വാലിറ്റി പഠിക്കണം. ഈ ഒരു പടം മാത്രം എടുത്ത് പഠിച്ചാൽ മതി. ഇതെന്നല്ല, എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷേ നമ്മുടെ പോയ ജന്മങ്ങളിലെ കർമ്മ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാതെ ഈ വാതിൽ തുറക്കത്തില്ല. എൻ ശ്രീറാം പറയുന്നത് എന്താ അറിയാം? ഒരു വീട്ടിൽ 7 വാതിലുണ്ട്, 7 റൂമുണ്ടെന്ന് വിചാരിക്കൂ. എന്താണ് 7 റൂം? 7 ചക്രം. അത് ഓരോന്നോരോന്നും നിങ്ങൾ തന്നെ തുറന്നാലേ നിങ്ങൾക്ക് അൾട്ടിമേറ്റിൽ എടുക്കാൻ പറ്റും. അതാണ് കുണ്ടലിനി യോഗ. ആരോട് പറയാം? ഇനി പാഴ്വാക്ക് പറഞ്ഞ് മറ്റേ സമയം കളയും. പാഴ്വാക്ക് പറഞ്ഞ് സമയം കളയും. ഇപ്പം ഞാൻ ചെയ്യുന്നത് കേൾക്കുന്നവർക്ക് പാഴ്വാക്കായിട്ട് തോന്നാം. അങ്ങനെ തോന്നിയാൽ അത് സത്യമാണ്. കാര്യം സംഭാഷണത്തിലൂടെ നമ്മൾ കടക്കുമ്പോൾ സത്യത്തിൽ നിന്ന് ആമ കഴുത്ത് പുറത്തിടുന്നത് പോലെയാണ് ഞാനിത് ചെയ്യുന്നത്. അനാവശ്യമായ ആവേശം ഒഴിവാക്കി അല്പം ഉദാസീനായിരിക്കുക. എന്ത് ഗംഭീരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ലെറ്റ് ഇറ്റ് ഗോ. ഒരു സാധനത്തിൻ്റെ പുറകിൽ ഓടിയാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഞാൻ ആത്മീയതയുടെ പുറകിൽ വെപ്രാളം പിടിച്ച് ഓടിക്കൊണ്ടേയിരുന്നാൽ എനിക്ക് കിട്ടത്തില്ല. മിണ്ടാതിരിക്കൂ. ഇതെല്ലാം രമണ വർഷം ചുമ്മാതിരിക്കൂ. നിങ്ങൾ ആ പുക വണ്ടിയിലെ സാധനം തലയിൽ നിന്നെടുത്ത് താഴെ വെക്ക്. നിങ്ങൾക്കത് കിട്ടും. പക്ഷെ നമുക്ക് ആക്രാന്തമാണ്. അതാണ് കാര്യം. ഇനി ജനജീവിതം കണ്ട് കരുണയും വേണ്ട. അതാണ് ഭഗവത്ഗീതയിലെ സ്ഥിതപ്രജ്ഞൻ. ക്രൂരതയും വേണ്ട. ഇവിടെ കൊലപാതകം നടത്തുന്നതും റേപ്പ് നടത്തുന്നതും ലോ ഓഫ് കർമ്മ അനുസരിച്ചിട്ടാണ്. അവർക്ക് ഇനിയും റീഇൻകാർണേഷൻ ഉണ്ടാവും. നിങ്ങളൊരു കൊലപാതകം നടത്തണോ റേപ്പ് നടത്തണോ എന്ന് നിങ്ങളല്ല തീരുമാനിക്കുന്നത്. നിങ്ങളെ പോയ ജന്മമാണ് തീരുമാനിക്കുന്നത്. ആനി ബെസൻ്റ് എടുത്തെടുത്ത് പറയുന്നുണ്ട്. തിയോസഫി മെമ്പേഴ്സിനോട് ചോദിച്ചു നോക്കിയേ, അവരൊരു 100% അംഗീകരിക്കും. പക്ഷെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ പറ്റുമോ? അത് നമുക്ക് പറ്റത്തില്ല. പിന്നെ ആർക്ക് പറ്റും? അത് മാസ്റ്റേഴ്സിനെ പറ്റൂ. ഗുരുവിന് മാത്രമേ പറ്റൂ. ബുദ്ധന് മാത്രമേ പറ്റൂ. ബാബാജിക്ക് മാത്രമേ പറ്റൂ എന്നാണ് അവർ കരുതിയിരിക്കുന്നത്. തെറ്റാണ്. ആർക്കും സാധ്യമാണ്. ഇത് ജീവിതത്തിൽ നടപ്പിലാക്കിയ ഒരു സാക്ഷാൽ ഗുരുവിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ശ്രീമദ് ശ്രീധരസ്വാമി തിരുവടികൾ. തിരുവനന്തപുരത്ത് 40 കിലോമീറ്റർ യാത്ര ചെയ്താൽ ആർക്ക് വേണമെങ്കിലും അവിടെ ചെല്ലാം. ഇന്നും ആ പ്രസൻസ് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും. ഇനി അവിടെ വരെ പോണ്ട. ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ഇവിടെ നിന്ന് 20 മിനിറ്റ് യാത്ര ചെയ്താൽ കാണാം. 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ ചട്ടമ്പി സ്വാമികളുടെ സമാധിയിൽ ചെന്ന് 10 മിനിറ്റ് യാത്ര ചെയ്താൽ അയ്യാസ്വാമികളുടെ സമാധിയിൽ ചെല്ലാം. ഇതെല്ലാം എന്തിനാണ് ഈ വിവേകാനന്ദൻ മെഡിറ്റേഷൻ ചെയ്യാൻ കന്യാകുമാരി വന്നത്? പുള്ളി 20 സ്ഥലത്തും ചെയ്തപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. സ്ഥലങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, എല്ലാത്തിനും പ്രാധാന്യമുണ്ട്. ഇനി നമ്മളെ കൊണ്ടത് പറ്റുമോ? ജനജീവിതം കണ്ട് കരുണ വേണ്ട. അത് കൊള്ളാം, ഇത് കൊള്ളത്തില്ല. ദർ ഇസ് നത്തിങ് ഗുഡ് ഓർ ബാഡ്. ഇത് തന്നെയാണ് നീൽ വാൾഷ്, എക്കാർട്ട് ടോളെ, ന്യൂ ജനറേഷൻ ഗുരുക്കളെല്ലാം പറയുന്നത് ഇതാണ്. ലോകം കീഴടക്കിയിട്ടുള്ള ഇന്നത്തെ എക്കാർട്ട് ടോളെയും നീൽ വാൾഷും ഗാരി സുക്കോവും പിന്നെ ഡോക്ടർ ജൂഡി സ്പെൻസയും ഗ്രെഗ് ബ്രെഡനും ഒക്കെ ഇത് തന്നെ പറയും. ഇതിനപ്പുറം പറയാനില്ല. അവർ സയൻസുമായിട്ട് കണക്ട് ചെയ്ത് പറയും. പാവപ്പെട്ട നമുക്ക് സയൻസ് അറിഞ്ഞിടാത്തതുകൊണ്ട് നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. തികച്ചും ഏകാന്തമായ സ്ഥലത്ത് സുഖമായിരിക്കുക, ആരോടും കണക്ട് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ശരീരമില്ല. നമ്മൾ കണക്ട് ചെയ്യേണ്ടത് എന്തിനോടാണ്? ആ സത്യത്തോടാണ്. അത് ചെടികളിലോ ധാതുക്കളിലോ രൂപങ്ങൾക്കോ ഇല്ല. ഇത് തന്നെയല്ലേ ക്വാണ്ടം ഫിസിക്സിൽ ഞാൻ നിരന്തരം പറയുന്നത്. ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്, സ്പ്ലിറ്റ് തിയറി എല്ലാം എല്ലാത്തിനോട് കണക്ട് ചെയ്യാണ്. മാറ്ററേ ഇല്ല.
ആ പണ്ടാരം പഴയ സ്കൂളിൽ പഠിപ്പിച്ച സാധനങ്ങളൊക്കെ പോയി. 1944 പ്ലാങ്ക് ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. തികച്ചും ഏകാന്തമായ സ്ഥലത്ത് സുഖമായിരിക്കുക. ആത്മവസ്തു എവിടെയും പൂർണ്ണമായിരിക്കുന്നത് കണ്ടാനന്ദിക്കുക. എവിടെ കിട്ടും? ആകാശത്തെ കാണും. അവിടെ നിങ്ങൾക്ക് ഹിമാലയത്തെയും കാണാം, എല്ലാ രൂപത്തെയും കാണാം. അവിടെ എന്ത് പറ്റുമെന്നറിയാം. അതിനൊരു ഗുണമുണ്ട്. ഞാൻ ചെടിയെ കാണാൻ പറഞ്ഞ ഉടനെ ചെടിയുടെ ഇലയുടെ ഭംഗിയും അതിൻ്റെ പഴയ കാര്യങ്ങളിലേക്ക് പോകും. ആകാശത്തെ കണ്ടു നോക്ക്, ആത്മീയതയിൽ കടക്കാൻ പറ്റും. പ്രകൃതി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഓം കേൾക്കാൻ പറ്റും. ദയവ് ചെയ്ത് ഓംകാരം പറയരുത്. ഓംകാരം പറഞ്ഞാൽ അത് കണ്ടീഷൻ മൈൻഡാണ്, ചെയ്യരുത്. നിശബ്ദതയിലിരിക്കുക. ഓംകാരവും എല്ലാ സാധനവും നമ്മുടെ കാലിൽ വരും. അതാണ് അറ്റ് ദ ഫീറ്റ് ഓഫ് മാസ്റ്റർ. ആത്മവസ്തു എവിടെയും പൂർണ്ണമായിരിക്കുന്നത് കണ്ടാനന്ദിക്കുക. ഞാൻ എൻ്റെ ചാനലിൽ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് ഈ സ്കൈയെ കാണുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണുക. മനസ്സ് പരബ്രഹ്മത്തിൽ ഉറപ്പിക്കുക. പരബ്രഹ്മ ദർശനത്തിൽ ഈ ജഗത്ത് മായുന്നതായി കണ്ടറിയുക. പൂർവാചിത കർമ്മബന്ധങ്ങൾ ആനന്ദത്തിൽ വിലയിപ്പിക്കുക. അതാണ് ആനി ബെസന്റ് പറയുന്നത്. കർമ്മയാണ് നമ്മളെ എത്തിക്കുന്നത്. അവിടെ നമ്മളെങ്ങനെ അതിനെ റിസീവ് ചെയ്യണം, അതിനെ വെൽക്കം ചെയ്യണം. അതിൻ്റെ ഉത്തരവാദി ആരാണ്? നമ്മളാണ്. ഐ ആം റെസ്പോൺസിബിൾ. ഇനി ആരോടാ സോറി പറയേണ്ടത്? നമ്മളോട്. നമ്മളാണ് വരുത്തി വെച്ചത് ഇവന്. ഐ ആം സോറി. ഇനി ഇത് നമ്മളിൽ ഒരാൾ വഴിയല്ലേ എത്തിച്ചത്. നമുക്കൊരടി തന്ന ഒരാൾ എന്തിനാ പോയി ചെന്നത്? അതിന് താങ്ക് യു പറയാം. താങ്ക് യു എന്നിട്ട് ലവ് പറയാം. അതാണ് ഐ ആം റെസ്പോൺസിബിൾ, ഐ ലവ് യു, ഐ താങ്ക് യു എന്നൊക്കെ ഇന്നത്തെ ന്യൂ ജനറേഷന്മാർ ഒപ്പോന്നൊക്കെ അടിച്ചിറക്കുന്ന സാധനം ഇതാണ്. ഇനി ഒരു പരിധിക്കപ്പുറം പുതിയ ബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. പുതിയ കണക്ഷൻസ് ലൈഫിലോട്ട് എൻട്രി ചെയ്യാതിരിക്കുക. ഇതെല്ലാം ഉർവശി രംഭ മേനകമാരാണെന്ന് വേദത്തിലും ഉപനിഷത്തിലും പറയുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ ഷട്ടറിട്ട് വാതിലടയ്ക്കണം. നമ്മൾ തന്നെ നമ്മുടെ ജന്നൽ തുറക്കണം. വാതിലടക്കേണ്ടത് ഏതാണ്? ഉർവശി രംഭ മേനക. ജന്നൽ തുറക്കുമ്പോൾ ലൈറ്റ് വരും. ഒരു പരിധിക്കപ്പുറം പ്രാരാബ്ധ കർമ്മങ്ങൾ പരിഭവം കൂടാതെ അനുഭവിക്കുക. അടി കിട്ടിയാൽ നേരത്തെ പറഞ്ഞ കണക്ക് താങ്ക് യു പറയുക, റെസ്പോൺസിബിലിറ്റി പറയുക, സോറി പറയുക, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. താൻ ബ്രഹ്മവസ്തുവെന്ന് അറിയുക. 100,000 തവണ പറഞ്ഞു. ജീവൻ മുക്തനായി പരബ്രഹ്മവസ്തുവായി ദേഹനാശം വരെ ഇരിക്കുക. ഇതിൽ പുതിയതായിട്ടൊന്നും പറഞ്ഞില്ല എന്ന് തോന്നും. പക്ഷേ ഞാനിത് ജീവിതത്തിൽ നടപ്പിലാക്കിയ ഒരാളിലൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വരും. താങ്ക് യു.